ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. ബിഎഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവുക എന്ന് പറയുന്നത്. അതായത് +1 +2 അധ്യാപകർ ആവുക എന്ന് പറയുന്നത്. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് HSST എന്ന് പറയുന്നത്. സെറ്റ് ആണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് HSST എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായി പോകുന്നത് HSST എക്കണോമിക്സിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതൊക്കെയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Narlow's stock adjustment principle states that there is a desired level of durables which is determined by the current level of income. The consumer cannot immediately acquire the desired level of durables due to limited income. The acquisition of the desired level of durables is gradual. Only 1 and 2, only 2 and 3, all of the above, 1, 2, 3, only 1 and 3. See, നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നമുക്ക് അതായത് നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ പ്രാഗ്മാറ്റിക് അപ്രോച്ച്, ഹൊത്തേക്കർ ടൈലർ മോഡല്, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് മുതലായിട്ടുള്ള ടോപ്പിക്കുകൾ കാണാം. അതായത് നമ്മളുടെ സിലബസിന്റെ ആദ്യത്തെ ഏരിയയിൽ. അപ്പൊ അവിടെ അത് ആഡ് ചെയ്ത് വന്ന കാര്യമാണ് അല്ലെ. വളരെയധികം മുമ്പ് വന്നിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ സിലബസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാനായി സാധിക്കില്ല. 2019 ശേഷമാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടുതലായും സിലബസിൽ ആഡ് ചെയ്ത് വരുന്നത്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ. നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ജേക്കബ് നെർലോവ് ആണ് പോസ്റ്റുലേറ്റ് ചെയ്തത്. ഇവിടെ ആക്ച്വലി ഒരു ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈം, ലാഗ്, അതുപോലെ തന്നെ ട്രെൻഡ് മുതലായ കാര്യങ്ങൾക്കാണ് നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഒരിക്കലും തങ്ങളുടെ കൺസംഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ഓൾ ഓഫ് എ സഡൻ അല്ല ചെയ്യുന്നത്. മറിച്ച് മുൻപ് നമ്മളുടെ കൺസംഷൻ എങ്ങനെയായിരുന്നു, മുമ്പ് നമ്മളുടെ പ്രിഫറൻസ് എങ്ങനെയായിരുന്നു മുതലായ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്രാജുവൽ പ്രോസസ് ആണ്, അല്ലാതെ ഓൾ ഓഫ് എ സഡൻ നടക്കുന്ന ഒന്നല്ല, ഓവർ എ ടൈം പീരീഡ് നടക്കുന്ന ഒന്നായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡൈനാമിക് മോഡൽ ആയിട്ട് പറയാം. നമുക്കറിയാം അല്ലെ, നമ്മുടെ കൺസംഷൻ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് ഇപ്പൊ നമ്മൾ വാങ്ങുന്നു എന്നല്ല. പണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് സപ്പോസ് വി വർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഇന്നും ആ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പനിങ്. ഇത് നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സിലും നോൺ ഡ്യൂറബിൾ ഗുഡ്സിലും എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. ഇതിന് ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിള്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ എന്നൊക്കെ മുതലായും പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ, there is a desired level of durables which is determined by the current level of income. നമ്മുടെ ഇപ്പോഴത്തെ ഇൻകം നോക്കിയിട്ട് നമ്മൾ ഡ്യൂറബിൾ കമോഡിറ്റീസ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം അല്ലെ. യെസ്, അപ്പൊ അത് കറക്റ്റ് ആണ്. കൺസ്യൂമർ cannot immediately acquire desired level of durables due to limited income. നമ്മൾ ചിലപ്പോൾ സേവിങ്സ് ഒക്കെ നടത്തും. എന്തിനാണ്, ഫ്യൂച്ചറിൽ വാങ്ങാം എന്നുള്ളത് കൊണ്ട് അല്ലെ. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ട് ഇപ്പൊ പോയി വാങ്ങുക അങ്ങനെയല്ല. കൺസ്യൂമേഴ്സ് ഓൾവേസ് ആർ റാഷണൽ. അവർ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് അല്ലെ. ഇപ്പൊ നെർലോവ് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രസന്റ് ഇൻകത്തിനെ ഫ്യൂച്ചർ ഇൻകം ആയിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ടാവും, നെർലോവിന് ഉണ്ടാകും. നെർലോവ് പ്രിൻസിപ്പിളില് കൺസ്യൂമേഴ്സിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്.
Acquisition of desired level of durables is gradual. നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അത് ഗ്രാജുവൽ ആയി നടക്കുന്നതാ. ഓൾ ഓഫ് എ സഡൻ നടക്കുന്നതല്ല. നമ്മൾ ഇൻകൊക്കെ ചേർത്ത് വെച്ച് എല്ലാ ഇൻഡിവിജ്വലും അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻകൊക്കെ ചേർത്ത് വെച്ച് കുറച്ചായി കൾട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. Let's move on to the next question. ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് ഇതിന് ഉത്തരം ഉണ്ടായിരുന്നു, പക്ഷെ ദാറ്റ് വാസ് റോങ്. Elasticity of substitution is defined as percentage change in the capital labor ratio divided by the percentage change in the rate of technical substitution, percentage change in K by L, K for capital, L for labor, divided by percentage change in MRS, marginal rate of substitution, the rate at which one factor is substituted on for another factor. D K by L by K by L by D MPL by MPK. So what is your right answer? And ഇതിനൊരു right answer ഇല്ല. Elasticity of substitution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഫാക്ടർ നമ്മൾ മറ്റൊന്നിന് വേണ്ടി how we are going for the substitution process, that is actually represented using elasticity of substitution. Basically production കോസ്റ്റ് തിയറീസിലൊക്കെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു പ്രൊഡക്ഷന്റെ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ലേബർ, ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. ഹൗ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബിറ്റ്വീൻ ദ ടു, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ദിസ് ഇസ് another important area. Which of the following statement is but are correct about an activity analysis isocont? Isocont means equal quantity. Isocont, isocost, budget line, PPC, അതുപോലെയുള്ള ഏരിയാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും സിലബസിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ്. Limited substitutability of factor of production. There are only a few processes for producing any one commodity. Substitutability of the factors possible only at King. So the right answer എന്താണ്? ഇവിടെ നമ്മളോട് ഐസോകോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി അല്ലേ. അതായത് ഐസോകോണ്ട് is a curve which illustrates all the combination of two or more inputs. Labor, capital combination ആണ്. നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസിനെയാണ് ഐസോകോൺസ് എന്ന് പറയുന്നത്. ഐസോകോൺസിനെ ഈക്വൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഈ രണ്ട് കോംബോ, അതായത് ലേബർ ക്യാപിറ്റൽ മിക്സ് അല്ലെ, ഇത് നമ്മൾ ഒരേ ഈക്വൽ പ്രപ്പോർഷനിൽ ഉപയോഗിച്ച് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആക്ച്വലി എവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, ഐസോകോൺസില് റെപ്രസെന്റ് ചെയ്തിട്ട് തരുന്നത്. ഇവിടെ എന്താ റൈറ്റ് ആൻസർ? ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ്. പലതരത്തിലുള്ള ഐസോകോൺസ് ഉണ്ട് അല്ലെ. ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോൺസ് എന്ന് പറയുമ്പോൾ സ്മൂത്ത് ഓർ കോൺവെക്സ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ആക്ടിവിറ്റി ഉണ്ട് അല്ലെ. ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് വരുന്നത്. ഐസോകോൺസിനെ പലതരത്തിൽ പറയാം. സോ അതിൽ ഐസോകോൺസില് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇവർ തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ലേബറിന് പകരം ക്യാപിറ്റൽ, ക്യാപിറ്റലിന് പകരം ലേബർ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്ട്സ് ഉണ്ടാകാം. അതേപോലെ there are only few process for producing any one commodity. നമുക്ക് ലേബർ ഇന്റൻസീവ് തന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കമോഡിറ്റി കാണും, ക്യാപിറ്റൽ ഇന്റൻസീവ് തന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കമോഡിറ്റീസ് കാണും അല്ലെ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആർ ഓൺലി അവൈലബിൾ അറ്റ് കിങ്സ്. നമുക്ക് കാണാം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഐസോകോൺസ് അല്ലെ. അപ്പം ഈ പോയിന്റ്സിനൊക്കെ നമ്മൾ എന്താ പറയാ, കിങ്സ് എന്നാണ് ബേസിക്കലി പറയാറുള്ളത് അല്ലെ. സോ ഈ കിങ്സിന്റെ പൊസിഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് അവൈലബിൾ ആയിട്ടുള്ളത്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. So the right answer is option B. Let's move on to the next question. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതൊക്കെ. അതായത് റീസെന്റ് ആയി ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായും നോക്കുക. പ്രാഗ്മാറ്റിക് അപ്രോച്ച്, അതേപോലെ തന്നെ ഹൊക്ടേക്കർ ടൈലർ അപ്രോച്ച്, നെർലോവ് അപ്രോച്ച്, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം, പിന്നെ ഹാബിറ്റ് ക്രിയേഷൻ മോഡലുകൾ, പിന്നെ എക്കണോമെട്രിക്സിന്റെ ഏരിയ, അതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളത്. നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കുക.
Linear expenditure system we analyze. Group of commodities between no substitution is possible. Individual commodities between no substitution is possible. Group of commodities between substitution is possible. None of the above. Linear expenditure system ശരിക്കും നമുക്ക് ഇൻഡിഫറൻസ് കർവ് ആയിട്ടൊക്കെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് ആകുമ്പോൾ നമുക്ക് 2 കമോഡിറ്റീസ് ആണ് വരുന്നത് അല്ലെ. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആകുമ്പോ ഇവിടെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വല് തങ്ങളുടെ ഇൻകം ഈ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിൽ എങ്ങനെയാ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം കൊണ്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നമ്മളെ ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ കമോഡിറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു 2 കമോഡിറ്റീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുമ്പോൾ they normally link with a group of commodity and not with a single commodity. So the right answer is A ആണ്. പിന്നെ ഇൻഡിഫറൻസ് കർവില് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. പക്ഷെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ എന്ത് പോസിബിൾ അല്ല? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Equilibrium of production requires efficiency in factor substitution, output market efficiency, both of the above, none of the above. See, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് വരുന്നത് അല്ലെ. നിങ്ങൾ വെൽഫെയർ എക്കണോമിക്സിന്റെ ഏരിയ വളരെ തറവായിട്ട് പഠിച്ചിരിക്കണം. വെൽഫെയർ എക്കണോമിക്സിൽ പാരറ്റോ ഒപ്റ്റിമാലിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഇക്വിലിബ്രിയം ലിയോൺ വാൾറാസിന്റെ പോസ്റ്റുലേഷൻ അതും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. എഫിഷ്യൻസി ഇൻ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ, ഔട്ട്പുട്ട് മാർക്കറ്റ് എഫിഷ്യൻസി, both of the above, none. Factor substitution ആ കാരണം പ്രൊഡക്ഷൻ അല്ലേ വരുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഫാക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൂവിംഗ് ഫ്രം വൺ ഫാക്ടർ ഓൺ ടു another factor. So what happens over there? Substitution. Let's move on to the next question. Which of the following welfare criteria proposed by Bergensen and Samuelson? Compensation criteria, social welfare function, Cardinalist criteria, GNP criteria. So, Bergensen Samuelson's theory ne social welfare function എന്ന് പറയാം. വെൽഫെയർ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ബർഗൻസൺ ആൻഡ് സാമുവൽസൺ എന്ന് പറയുന്നത്. അവരെന്താ പറയുന്നത്? സോഷ്യൽ വെൽഫെയറിനെ ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി ഓൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റിയുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽസിന്റെ സോഷ്യൽ ചോയ്സ് എങ്ങനെയാണ് അവർ മേക്ക് ചെയ്യുന്നത് അല്ലെ. ഇൻഡിവിജ്വൽസിന് പലതരത്തിലുള്ള പ്രിഫറൻസുകൾ കാണും. സോ ഹൗ ആർ ദേ മേക്കിംഗ് ദ സോഷ്യൽ പ്രിഫറൻസസ് ഓർ സോഷ്യൽ ചോയ്സസ് എന്നുള്ളതിനാണ് ബർഗൻസൺ സാമുവൽസൺ തിയറം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഒരു ഇൻഡിവിജ്വലിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. rather we are giving high importance to the welfare condition of the group of individuals. Friends, നമ്മൾ ഇന്നോടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് HSST എക്കണോമിക്സില് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ലാത്ത ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവുക എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാനുള്ള ആ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് ടീം എൻട്രി ആശംസിക്കുകയാണ്. സോ ആദ്യമായിട്ടാണ് എൻട്രിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടയ്ക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു ഓൾ.